ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി, എൻ്റെ ഉപ്പാടെ വീട്ടിലേക്ക്. ഞങ്ങളവിടെ പോയപ്പോൾ ഒന്ന് തോടൊക്കെ ഒന്ന് കാണാൻ ഇറങ്ങിയത് കേട്ടോ. തൊട്ടടുത്ത് കായലുണ്ട്. ഞങ്ങൾ തോട് എന്നാണ് പറയുക, നിങ്ങളെന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല, കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ തോടിൻ്റെ അവിടേക്ക് പോകാനുള്ള സന്തോഷത്തിലാണ് ഇവരെല്ലാവരും. തേക്കിൻ്റെ ഇലയൊക്കെ തലയിലൊക്കെ വെച്ചിട്ട്, മഴ ഒന്നുമില്ല കേട്ടോ. പാത്തു ഇതാ തേക്കിൻ്റെ ഇല എനിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, തലയിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട്. ചേമ്പിൻ്റെ ഇലയൊക്കെ വെച്ച് പോണത് കണ്ടിട്ടുണ്ട്, തേക്കിൻ്റെ ഇല വെച്ച് പോണത് ആദ്യമായിട്ടാണ് കാണുന്നത് ഗ്യാസ്. അങ്ങനെ ഉപ്പ അവിടെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് രണ്ട് ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട്. അവർ നോക്കുന്നുണ്ട്, ഒന്നാകെ വരിക്ക് ഞങ്ങൾ പോണത് കണ്ടിട്ട്. ഇത് ഉപ്പാക്ക് ഇതാ മീൻ കിട്ടിയിട്ടുണ്ട്, കരിമീനും പിന്നെന്താ മാലാന, അങ്ങനെയൊക്കെ എന്താ കുറേ എന്തൊക്കെ മീനുകൾ കിട്ടിയിട്ടുണ്ട്. കുറേ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എൻ്റെ ഉപ്പയാണ് ഇരിക്കുന്നത്. ഉപ്പാക്ക് ഇതാ ഈ മുക്കിലിരുന്ന് മീൻ പിടിക്കുന്നതാണ് പണി. നല്ല രസമാട്ടോ. കരിമീനൊക്കെ എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമല്ലാത്ത മീൻ എന്താ, ഏട്ട. ആ മീൻ എനിക്കിഷ്ടമല്ല, ഒരു ജാതി സ്മെല്ലാണ് അതിൻ്റെ. നല്ല ചില സമയത്തൊക്കെ നല്ല മസാലയൊക്കെ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലൊന്നും അറിയില്ല, അങ്ങനെ കഴിക്കും. ഇത് ഉപ്പാക്കിപ്പോൾ ഒരു മീൻ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു മീൻ കിട്ടിയിട്ടാണ്, അത് മാലാനാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് മഴ അങ്ങനെ വരുന്നുണ്ട്, നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് ഗായ്സ്. അപ്പോൾ ചേട്ടന്മാർ ഞങ്ങളങ്ങനെ നോക്കുന്നുണ്ട്, ഇതിലാരാ, ഉപ്പാനോട് ചോദിക്കുന്നുണ്ട് ഇതിലാരാ എൻ്റെ മോള് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കണ്ടിട്ട് ആരാ ഞാനൊന്ന് മനസ്സിലാവാണ്ടാണ് ചോദിക്കുന്നത്. കുറേ കാലം മുന്നേ കണ്ടതാണ് ആ ചേട്ടനെ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കണില്ല പാത്തു. അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ പാത്തു 3 പേരും പഠിച്ച സ്കൂളാണ് കേട്ടോ അത്, SKD ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പോൾ ആ സ്കൂളൊക്കെ ഒന്ന് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്തൊരു വിഷമം. അവിടെയാണ് അവർ പഠിച്ചിരുന്നത്, പ്രൈവറ്റ് സ്കൂളാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ തോട്ടിൻ്റെ അതിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് അപ്പുറത്ത് കൂടെ 2 കുട്ടികൾ, നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾ തന്നെ, ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഞങ്ങളെ കണ്ടപ്പോൾ ഓടുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി രാത്രിയായപ്പോൾ ഐഷുവിൻ്റെ പ്രിപ്പയറിങ് ആണ് കേട്ടോ. അവൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുകയാണ്, ഇത് അടുപ്പത്ത് നിന്നിട്ട് ഉണ്ടാക്കുകയാണ്. ആളിതാ നല്ല കുക്കിങ്ങിലാണ്, ആൾ ചിരിക്കണമൊക്കെ ഉണ്ട്. അതിവിടെ ഉള്ളിവടയും കാത്തിട്ടാണ്. ഉള്ളിവടയും കാത്തിട്ട് മറ്റാളവിടെ ചിരിക്കുന്നുണ്ട്, കാത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഉള്ളിവടയൊക്കെ സെറ്റായി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അങ്ങനെ ഇതുള്ള സോസൊക്കെ മൊത്തം പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചൂട് ചായ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും, അപ്പോൾ ഞങ്ങൾ ഉപ്പാൻ്റെ വീട്ടിലാണ്, എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിക്കും, ഒരുമിച്ച് ചായ കുടിക്കും, നല്ല രസമാട്ടോ. കുറേ ആൾക്കാർക്ക് ചായ വേണ്ട, എന്നാലും എനിക്ക് സോസ് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ 2 ഉള്ളിവട എടുത്ത് കഴിച്ചു വിടും, അപ്പോഴേക്കും എൻ്റെ വയറ്റിൽ ഗ്യാസ് കയറിയിട്ടാണ് ഗൈസ്. ഗ്യാസ് എന്തെങ്കിലും ഇങ്ങനത്തൊക്കെയാണ് എനിക്കിഷ്ടം, പക്ഷേ ഗ്യാസ് ആയ കാരണം എനിക്ക് കഴിക്കാനും പറ്റില്ല. അപ്പോൾ 2 ഞാൻ കഴിച്ചോളൂ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ മത്സരമാണ്. ഐഷു അപ്പുറത്ത് ഇനിയും സോസ് കുറവാണെന്നാണ് കേട്ടോ അപ്പുറത്ത് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി വീണ്ടും വീഡിയോയുമായി വരാം. ബായ്.